ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ എത്തിച്ചതിൽ റോഡുകളുടെ വികസനം വലിയ പങ്കാണ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ സമീപനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. ഫറോക്കിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കുകൾ കത്തിനശിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്നതോടെ ആധാരമെഴുത്തുകാരുടെ ഭാവി അനിശ്ചിതത്തിലാകുമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ എത്തിച്ചതിൽ റോഡുകളുടെ വികസനം വലിയ പങ്കാണ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര ഹൈവേയുടെ ഭാഗമായ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. റോഡ് വികസനത്തിലൂടെ നാടിന്റെ മൊത്തം വികസനമാണ് നടക്കുന്നത്. ഇത് ഇനിയും കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരും. വരും തലമുറയ്ക്ക് വേണ്ടിയാണ് നാട്ടിൽ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നത്. അതിവേഗമാണ് കേരളത്തിൽ നഗരവൽക്കരണം നടക്കുന്നത്. 6 വരി പാതയായി വികസിപ്പിക്കുന്ന ദേശീയപാതയ്ക്ക് പുറമെ മലയോര പാതയും തീരദേശ പാതയും വരുന്നതോടെ കേരളത്തിന് വികസന കുതിപ്പേകും. വടകരയ്ക്ക് വടക്കോട്ട് ചില പുതിയ കനാലുകൾ കൂടി വരേണ്ടതുണ്ട്. അതും താമസിയാതെ സാധ്യമാകും. അങ്ങനെ ഗതാഗത സൗകര്യത്തിൽ കേരളം വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനമാണ് പശ്ചാത്തല സൗകര്യ വികസനം. ഇപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ വലിയ തോതിൽ ചില പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്നൊരു സമയമാണ്. അത് നാടിൻ്റെ വികസനം ചില മേഖലകളിൽ വലിയ തോതിൽ ഉണ്ടായിരിക്കുന്നു. അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകത്തക്ക രീതിയിലുള്ള വികസനമാണ് എന്നത് വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി. നടക്കാൻ പോകുന്നില്ലെന്ന് പലരും പ്രചരിപ്പിച്ച പദ്ധതികളാണ് കൺമുന്നിൽ നടപ്പാക്കിയതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്ത് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ സമീപനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഊന്നിയുള്ള സമീപനങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരള സംസ്ഥാന ധനകാര്യ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ അധീനതയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കൂടുതൽ സുതാര്യമാകുകയാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വിവിധ വായ്പാ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് പരമാവധി ആനുകൂല്യങ്ങൾ നൽകി തിരിച്ചടവ് എളുപ്പമാക്കാനാണ് കോർപ്പറേഷനും സർക്കാരും ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏതെങ്കിലുള്ള ചെറുകിട സംരംഭങ്ങൾ നടത്തും. ഇപ്പോൾ സ്വന്തമായി അധ്വാനിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ, ഒരു കുടുംബമാണെങ്കിൽ, അവർക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഒരു സംരംഭം നടത്താൻ നമ്മൾ പണം കൊടുത്താൽ അതുകൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുകയും രക്ഷപ്പെടുകയും ചെയ്യുമെന്ന ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ആ വായ്പ നൽകുന്നത്.
അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോർപ്പറേഷൻ തുടങ്ങിയത്. ചെയർമാൻ സ്റ്റീഫൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൾ മുജീബ്, ജനറൽ മാനേജർ ബി ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയ വായ്പക്കാരിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്തിലൂടെ 5.46 കോടിയുടെ കുടിശ്ശിക തീർപ്പാക്കി. ഇളവുകളായി 62.48 ലക്ഷം രൂപ അനുവദിച്ചു. അദാലത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന അപേക്ഷകർക്ക് കൂടുതൽ ഇളവുകൾ അനുവദിക്കാൻ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്ന് സ്റ്റീഫൻ ജോർജ് അറിയിച്ചു. സ്വയം തൊഴിൽ, വിദ്യാഭ്യാസ, ഭവന, കാർഷിക വായ്പകളാണ് അദാലത്തിൽ പരിഗണിച്ചത്. 226 പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്കിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കുകൾ കത്തിയ നിലയിൽ കണ്ടെത്തി. കാരാത്തൊടി പ്രതീഷിന്റെ ബൈക്കുകളാണ് കത്തിയത്. പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കുകൾ കത്തിയ നിലയിൽ. ഫറോക്ക് നല്ലൂർ കാരാത്തൊടി പ്രഷീദിന്റെ ബൈക്കുകളാണ് കത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 1:45 സംഭവം. തൊട്ടടുത്ത വീട്ടുകാരാണ് തീ കത്തുന്നത് ആദ്യം കണ്ടത്. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രഷീദും കുടുംബവും കിണറിലെ മോട്ടോർ ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു. ഇരു വാഹനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ആരെങ്കിലും മനഃപൂർവ്വം കത്തിച്ചതാകാമെന്നാണ് പ്രഷീദ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ വർക്കറാണ് പ്രഷീദ്. എന്താകുമ്പോന്നറിയില്ല, രാത്രി ഒരു 2 മണി ഉണ്ടാവും. ആക്റ്റീവ അതിനെ വെള്ളിയാഴ്ച കൊണ്ട് നിർത്തിയിട്ടതാണ്. ആക്റ്റീവ വെള്ളിയാഴ്ച ഓടിയിട്ടുള്ളൂ. മറ്റേത് ഗ്ലാമർ ഇന്നലെ 8:30 കൊണ്ടുവന്ന് അമ്പലത്തിൽ മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ടാണ്. ദുരൂഹത കത്തിച്ചതാണെന്നുള്ളത് എന്തായാലും ഒരു ഉറപ്പ് പോലെ തന്നെ ഉണ്ട്. അല്ല തന്നെത്താൻ അങ്ങനെ കത്തൂല. അപ്പൊ കുറെ കൊല്ലമായിട്ട് ഇവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നല്ല. അങ്ങനെ ശത്രുക്കളായിട്ടൊന്നും ആരും അങ്ങനെ അറിയില്ലല്ലേ. ഫറോക്ക് പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. സമീപത്തു നിന്നും ഒഴിഞ്ഞ ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കമ്പ്യൂട്ടർ സ്കാനിംഗ്, ടെംപ്ലേറ്റ് തുടങ്ങിയ പുത്തൻ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്നതോടെ ആധാരമെഴുത്തുകാരുടെ ഭാവി അനിശ്ചിതരാകുമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ. ജില്ലാ കൺവെൻഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2-3 പരീക്ഷകൾ പാസ്സായി. അപ്പം ഇത്രയും പരീക്ഷകളൊക്കെ പാസ്സാക്കി ഞങ്ങൾ ഇതിനകത്ത് തൊഴിൽ ചെയ്യുമ്പോൾ എന്തിനാണ് ഞങ്ങളെ ഒഴിവാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ സ്വയം എഴുതാം എന്നുള്ള നിയമം വന്നത് ശേഷം 10 ലക്ഷത്തോളം ആധാരങ്ങൾ നടന്നു കഴിഞ്ഞു. അതിനകത്ത് വെറും 1800 ആധാരങ്ങളാണ് സ്വയം എഴുതിയത്. അത് തന്നെ നമുക്കറിയാം ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു. അതിൽ തന്നെ ഈ 1500 ആധാരങ്ങൾക്ക് ഒരു 800 ആധാരങ്ങളും തെറ്റുതീർപ്പ് എഴുതിയിരിക്കുന്നു. ആധാരമെഴുത്ത് അസോസിയേഷൻ AKDWNSA കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 19 കെ ബാലൻ നഗർ എന്ന് പേരിട്ട SK പൊറ്റക്കാട് ഹാളിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ അവാർഡ് ദാനം തോട്ടത്തിലെ രവീന്ദ്രൻ MLA നിർവഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ, ജനറൽ സെക്രട്ടറി A അൻസാർ, സംസ്ഥാന ട്രഷറർ CP അശോകൻ എന്നിവരും മറ്റ് ഭാരവാഹികളും സംബന്ധിക്കും. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിച്ചു നിർത്താനും അവരുടെ ജീവിതമാർഗം ഉറപ്പുവരുത്താനും അവരോടൊപ്പം ജനങ്ങളുടെ രേഖാ സംരക്ഷണവും സൗകര്യവും ഉറപ്പുവരുത്തുവാനും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി കോതമംഗലം ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടമായി. മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിന്റെ 140ാമത് വാർഷികാഘോഷ പരിപാടികളും അരങ്ങേറി. കൊയിലാണ്ടി കോതമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ കാനത്തിൽ ജമീല MLA അധ്യക്ഷത വഹിച്ചു. 2 നിലകളിലായി 5 ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ ലാബ്, സ്റ്റാഫ് റൂം, അതോടൊപ്പം പാചകപ്പുരയും ഉൾപ്പെടുന്നതാണ് പുതിയ സ്കൂൾ കെട്ടിടം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ വീണ്ടും ഫണ്ട് ആവശ്യമായതിനെ തുടർന്ന് MLAയുടെ ആസ്തി വികസന നിധിയിൽ നിന്നും 45 ലക്ഷം രൂപ കൂടെ അനുവദിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. 57 വിദ്യാഭ്യാസ ബില്ല് പാസ്സായതിനു ശേഷം ഇങ്ങോട്ട് ഓരോ സർക്കാരും മാറി മാറി വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം മികച്ചതാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ എല്ലാം പോലെ തന്നെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു മറ്റേതിനേക്കാളും എടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. PWD കൊയിലാണ്ടി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK ബിനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട്, വൈസ് ചെയർമാൻ K സത്യൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിചില പറവക്കൊടി, K ഷിജു, ഇന്ദിര ടീച്ചർ, കൗൺസിലർമാരായ M ദൃശ്യ, ഷീന, VP ഇബ്രാഹിം കുട്ടി, KK വൈശാഖ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ, AEO MK മഞ്ജു, BPC M മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് AK സുരേഷ് ബാബു സ്വാഗതവും പ്രധാനാധ്യാപകൻ P പ്രമോദ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രണ്ടാമത് പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള സ്മാരക കഥാ കവിതാ പുരസ്കാരങ്ങൾ ഡോക്ടർ OS രാജേന്ദ്രന്റെ ബി പോസിറ്റീവ് എന്ന കൃതിക്കും സുമേഷ് കൃഷ്ണന്റെ എന്റെയും നിങ്ങളുടെയും മഴകൾ എന്ന കവിതാ സമാഹാരത്തിനും ലഭിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന പുരസ്കാര പ്രഖ്യാപന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ MA ജോൺസൺ സെക്രട്ടറി PK സജിത്തിന് കൈമാറി. മാനേജിംഗ് ഡയറക്ടറുമായ അരുണ എന്നിവരടക്കമായ പുരസ്കാര നിർണയ സമിതിയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതികൾ തിരഞ്ഞെടുത്തത്. ഡോക്ടറിന്റെ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ കഥ ഓൾഡ് ഏജിൽ എത്തിക്കഴിഞ്ഞ ആളുകളുടെ ജീവിതങ്ങളെ പോസിറ്റീവായി സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനാത്മക കഥയാണ്. കവിതയാണെങ്കിൽ സുമേഷ് കൃഷ്ണൻ യുവകവിയാണ്, നിരവധി പുരസ്കാരങ്ങൾക്ക് നേടിയിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിയാണ്. ഇപ്പോൾ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള സ്മാരക കഥാ കവിതാ പുരസ്കാരങ്ങൾ ഫെബ്രുവരി 20 വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് അളക്കാപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സമർപ്പിക്കും. സുമേഷ് കൃഷ്ണന്റെ കവിതകൾ എഴുത്തുകാരി സരസ്വതി ബിജു ആലപിക്കും. ബി പോസിറ്റീവ് എന്ന കഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ എഴുത്തുകാരി ശ്രീലത രാധാകൃഷ്ണൻ അവതരിപ്പിക്കും. പരിപാടിയിൽ കവി PK ഗോപി, പത്തനംതിട്ട ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം A ഗോകുലേന്ദ്രൻ, സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസാധകൻ സുദീപ് തെക്കേപ്പാട്ട്, സ്വതന്ത്ര പബ്ലിക്കേഷൻസ് കൺസൾട്ടിംഗ് എഡിറ്റർ P സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിക്കുമെന്നും സംഘാടകരായ ദർശനം ഗ്രന്ഥാലയം മുഖ്യരക്ഷാധികാരി MA ജോൺസൺ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PK ശാലിനി, കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കൊല്ലറയ്ക്കൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ ഓർഗൻ ഡൊണേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. യാര എന്ന പരിപാടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ യാര ഓർഗൻ ഡൊണേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് മരണാനന്തര അവയവദാന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ നിർവഹിച്ചു. കേസോട്ട് നോർത്ത് സോൺ നോഡൽ ഓഫീസർ ഡോക്ടർ EK ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മാക്സിമം ആൾക്കാർ ഇത് അവയർനെസ് കൊടുത്തിട്ട് അവര്
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൊടുക്കാൻ ബില്ലിംഗ് ആണ് എന്നുള്ള ഒരു സമ്മതപത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു ആപ്പ് നമുക്കുണ്ട്. ഇപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. KGM-CTA സെക്രട്ടറി ഡോക്ടർ ഗോപകുമാറും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എരഞ്ഞിക്കൽ കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ അരങ്ങേറി. കവി രമേശ് കാവിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കാരന്നൂർ എരഞ്ഞിക്കൽ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു. PTA പ്രസിഡന്റ് ദിജീഷ് കുമാർ PT അധ്യക്ഷനായിരുന്നു. പ്രശസ്ത കവി രമേശ് കാവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KA ജയചന്ദ്രൻ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി K രോഹിത് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് M ശശിധരൻ ചേവായൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യൻ അഭിഷിക്കിന് ഉപഹാരം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപികമാരുടെയും കലാപരിപാടികൾ അരങ്ങേറി. കോർപ്പറേഷൻ കൗൺസിലർ SM തുഷാര, കരയോഗം സെക്രട്ടറി K പ്രേമചന്ദ്രൻ, ട്രഷറർ A ഗിരീഷ് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് ലീന ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ലീഡർ ഷെൻസ ഷൌക്കത്ത്, സ്റ്റാഫ് സെക്രട്ടറി നിഷ സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലഹരിക്കെതിരെ 1 മില്യൺ ഷൂട്ട് നടത്തി മടവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലും ബോധവൽക്കരണ പരിപാടികളിലും നാട്ടുകാരും യൂത്ത് ലീഗ് പ്രവർത്തകരും പങ്കെടുത്തു. മടവൂർ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി 1 മില്യൺ ഷൂട്ടും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. മടവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മുട്ടാഞ്ചേരി ക്രസന്റ് സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി M നസീഫ് ഉദ്ഘാടനം ചെയ്തു. മുനീർ പുതുക്കുടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അംഗം റാഫി ചെരച്ചോറ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹസീബ് പുല്ലാളൂർ, അനീസ് മടവൂർ, സ്വാലിഹ് മുട്ടാഞ്ചേരി, PK റഫീഖ്, ഷമീർ മുട്ടാഞ്ചേരി, സക്കീർ, സാബിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് യൂത്ത് ലീഗ് ട്രഷറർ അസറുദ്ദീൻ കൊടക്കാവയൽ, ശാഖ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഇർഷാദ് KP തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. തച്ചാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി ആഘോഷിച്ചു. ആചാരപ്പൊലിമയോടെ താലപ്പൊലിയും തിറയാട്ടങ്ങളും നടന്നു. നൃത്തസന്ധ്യയും അരങ്ങേറി. ബേപ്പൂർ കിഴക്കുംപാടം തച്ചാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ഗണപതി ഹോമം, ഉഷപൂജ, കലശമെഴുന്നള്ളിപ്പ്, കലശാഭിഷേകം, തായമ്പക, ഗുരുതി, പൂമൂടൽ തുടങ്ങിയവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ഇതോടൊപ്പം പ്രസാദ ഊട്ടും ഭക്തർക്കായി ഒരുക്കി. ഗുരു, ഭൈരവൻ, ഭഗവതി, നാഗകാളി, കരിങ്കുട്ടി വെള്ളാട്ടുകളും തിറയാട്ട അവതരണങ്ങളും നടന്നു. പ്രാദേശിക കലാകാരികളുടെ നൃത്തസന്ധ്യയും ഉത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വീക്ഷണം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി കർമ്മശ്രേഷ്ഠ പുരസ്കാരം അഷറഫ് താമരശ്ശേരിക്കും,
CP ശ്രീധരൻ സർഗശ്രേഷ്ഠ പുരസ്കാരം സുധാമേനോനും വീക്ഷണം മാധ്യമ പുരസ്കാരം നിഷ പുരുഷോത്തമനും നൽകും. വിഷു ദിനപത്രത്തിന്റെ 49ാമത് വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഈ വർഷം കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത്. കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ജീവകാരുണ്യ അവാർഡ് മരണപ്പെട്ട മനുഷ്യരെ അയക്കുന്ന ഒരു കർമ്മം ദേശീയ തലത്തിൽ പോലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു അഷ്റഫ് താമരശ്ശേരി. അദ്ദേഹത്തിനാണ് ഇത്തവണ വീക്ഷണത്തിന്റെ ഉമ്മൻചാണ്ടി കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നു. CP ശ്രീധരൻ സർഗശ്രേഷ്ഠ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരി സുധാ മേനോനാണ് നൽകുന്നത്. വീക്ഷണത്തിന്റെ മാധ്യമ പുരസ്കാരം മനോരമ ന്യൂസിലെ നിഷ പുരുഷോത്തമനാണ്. വീക്ഷണം പത്രത്തിന്റെ 49ാം ആഘോഷത്തിന്റെ ഭാഗമായുള്ള ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഫെബ്രുവരി 19 കോഴിക്കോട് മിയാമി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. വീക്ഷണം പ്രവാസി പുരസ്കാരവും മികച്ച സംരംഭകർക്കുള്ള വീക്ഷണം ബിസിനസ് പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. ആഘോഷ പരിപാടികൾക്ക് മാറ്റേകി കലാസന്ധ്യയും അരങ്ങേറും. അടുത്ത വർഷം സംഘടിപ്പിക്കുന്ന വീക്ഷണം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോയും ചടങ്ങിൽ പ്രകാശനം ചെയ്യുമെന്ന് വീക്ഷണം MD ജെയ്സൺ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ എത്തിച്ചതിൽ റോഡുകളുടെ വികസനം വലിയ പങ്കാണ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ സമീപനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ. ഫറൂഖിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കുകൾ കത്തി നശിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്നതോടെ ആധാരമെഴുത്തുകാരുടെ ഭാവി അനിശ്ചിതത്തിലാകുമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.